പുതിയ പ്രമോയിൽ ഷാനവാസും അക്ബറും കൂടി അടുത്തൊരു യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ശരത് ആൻഡ് അനുമോൾ കോൺട്രവേഴ്സി തകർത്ത് നടക്കുന്നു. അനുമോളെ ഇപ്പം അടിക്കുമെന്നുള്ള രീതിയിൽ അലറി വിളിച്ചുകൊണ്ട് ശരത് അടുത്തോട്ട് വരികയാണ്. ശാരികയുടെ അപവാദം പറച്ചിലിൽ കുടുംബത്തിലുള്ളവർക്ക് നാണക്കേടാകുമോ എന്ന് ഭയന്ന് കലാഭവൻ സരിക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ പോലെയും ബിഗ് ബോസ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് കാണിക്കുന്നത് നിവിനും നൂറയും ആയിട്ടുള്ള ഒരു തർക്കമാണ്. നിവിന് നേരത്തെ തന്നെ ഒരു ചിത്തപ്പേരുണ്ടായിരുന്നല്ലോ, ഇതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നു എന്നുള്ള ഒരു പേരുണ്ടല്ലോ. സോ അതിനെ തുടർന്ന് നിവിൻ ഓറഞ്ച് എടുത്തപ്പോൾ നൂറ അതിനെ തുടർന്ന് സംസാരിക്കുകയും അങ്ങനെ അവർ തമ്മിൽ വലിയൊരു വഴക്ക് പിന്നീട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഞാൻ കക്കാനൊന്നും അല്ല വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിവിനും തിരിച്ച് ചൂടാകുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു വഴക്ക്. പിന്നീട് ആദില ആൻഡ് അനുമോൾ ഇവർ തമ്മിലുള്ള ഒരു ചർച്ചയാണ് പിന്നീട് കാണിക്കുന്നത്. സോ അപ്പോൾ ആദില പറയുന്നു, ആര്യൻ വരുമ്പോൾ അനുമോൾക്ക് ഒരു പ്രത്യേക ചിരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ആദില പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നു അനുമോളെ. അപ്പോൾ അനുമോൾ പറയുന്നു അനുമോൾക്ക് ഇവിടെ ഒരു ലവ് ട്രാക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ലെന്നും അതിന് പറ്റി ആരും ഇപ്പോൾ ഇവിടെ ഇല്ലെന്നും ഒക്കെ അനുമോളെ തിരിച്ചു പറയുന്നു. പിന്നീട് ശാരിക എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തി ഒരു ഷോ പോലെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ സരികയുമായിട്ടുള്ള ചർച്ച തുടങ്ങുകയാണ്. അത് അങ്ങനെ ഒരു തമാശ രീതിയിൽ പറഞ്ഞു തുടങ്ങി അത് ലാസ്റ്റിൽ വലിയൊരു വഴക്കായിട്ട് തിരികെയാണത്. പിന്നീട് അനുമോളും രണയും കൂടിയിട്ട് കിച്ചണിൽ ഭയങ്കര ഒരു വഴക്ക് നടക്കുകയാണ്. എന്നിട്ട് അനുമോളെ ഇതിൻ്റെ ഇടയ്ക്ക് രണ ചപ്പാത്തി കളി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. രണ കുറച്ചൊരു ഓവറായിട്ടാണ് തോന്നുന്നത്. ഇവർ തമ്മിൽ അങ്ങനെ ഭയങ്കര വഴക്ക് നടക്കുന്നു. പിന്നീട് അനുമോള ഇങ്ങനെ വിളിച്ചതിന് 19 വയസ്സുള്ള കൊച്ചെന്നെ ചപ്പാത്തി കളി എന്ന് വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ബഹളവുമാണ് പിന്നീട് കാണിക്കുന്നത്. രണ അറ്റ് ദ സെയിം ടൈം ജിസേലിനോട് പോയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ പുള്ളിക്കാരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് തോന്നും പുള്ളിക്കാരി രണ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നും. അത് നേരത്തെ തന്നെ ബിഗ് ബോസ് ഹൗസിലുള്ള ശാരികയും അങ്ങനെ പലരും പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ അനുമോളും പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങോട്ട് കയറി വരികയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. സോ പുള്ളിക്കാരി ബേസിക്കലി ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നീട് രണ ചെന്നിട്ട് ജിസൈലുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്റെ ഗെയിം ആണെന്നും ഇത് കള്ളത്തരം ഒന്നും ചെയ്യാത്ത ആൾക്കാർ എന്തിനാണ് ഇതൊക്കെ കേട്ട് ട്രിഗർ ആവുന്നത് എന്നൊക്കെ ജിസൈലിനോട് പോയി ചോദിക്കുന്നുണ്ട്. സോ ബേസിക്കലി നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരി ഇതൊക്കെ വെറുതെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിട്ട് തോന്നും. അടുത്തതായിട്ട് ബിഗ് ബോസ് അടുത്ത എവിക്ഷന് വേണ്ടിയിട്ടുള്ള നോമിനേഷന് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് തരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് പോയിട്ട് ഓരോ പേര് സജസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കലാഭവൻ സരികയാണ് പിന്നീട് കാണിക്കുന്നത്. നേരത്തെ ശാരികയുമായിട്ടുള്ള ഒരു ഷോ പോലെ നടത്തിയിട്ട് ഈ ശാരിക ഓരോന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനെ തുടർന്നിട്ടുള്ള പിന്നീടുള്ള ഒരു കരച്ചിലും പരിഭവം പറച്ചിലും ഒക്കെയാണ് സരികയുടെ വക പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ശാരിക ചോദിക്കുന്നത് ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടാണോ ഇതിന്റെ പരാതിയായിട്ട് വന്നത്, അത് അന്നേരം സോൾവ് ചെയ്ത് പോയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരൊക്കെ പറയുന്നത് സരിക ഇപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചതെന്നും സരികയുടെ വീട്ടിലുള്ളവരും ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് അതൊക്കെ ഭയങ്കര നാണക്കേടാവില്ലേ എന്നൊക്കെ ഓർത്തിട്ടാണ് സരിക വിഷമിക്കുന്നതെന്നും. എന്നാൽ അതിനുശേഷം ശാരിക പോയി സോറി പറയുകയും അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ ക്യാമറയിൽ നോക്കിയിട്ടും സരികയുടെ കുടുംബത്തിലുള്ളവരോടും ശാരിക സോറി പറയുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് പിന്നീട് കാണുന്നത്. പിന്നീട് ശാരിക പറയുന്നു എനിക്ക് ഒരു കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണ് അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒന്നും ഒരു വില മനസ്സിലാവാഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയോട് നോക്കി സോറി പറയുകയാണ്. സരികയുടെ ഹസ്ബൻഡിനോടും പറയുന്നു ഇങ്ങനെ ഇത്രയും നൈർമല്യമുള്ള ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഭാര്യയായിട്ട് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സരികയെ പുകഴ്ത്തിക്കൊണ്ട് ക്യാമറയിൽ കൂടെ ഇതൊക്കെ സരികയുടെ കുടുംബത്തിലുള്ളവരോട് പറയുന്നു. കാണിക്കുന്നത് അനുമോൾ കരയുന്ന രംഗമാണ്. 19 വയസ്സുള്ള ഒരു കൊച്ചാണ് എന്നെ ചപ്പാത്തി കളി എന്ന് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ പൊട്ടി കരയുന്ന ഒരു രംഗമാണ് പിന്നീട് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് അഭിലാഷുമായിട്ട് സംസാരിക്കുന്നു. അഭിലാഷും ഭയങ്കരമായിട്ട് ഇമോഷണലാവുന്നു, ഫാമിലിയൊക്കെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെയും നിവിനുമായിട്ട് അടുക്കളയിൽ എല്ലാവരും കൂടെ ഉള്ളൊരു വഴക്കാണ് കാണുന്നത്. നിവിൻ പിന്നെ ഉരുളക്കിഴങ്ങ് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴക്കും കോൺട്രവേഴ്സിയാണ് പിന്നീട് കാണുന്നത്. അതിനുശേഷമാണ് അനുമോളും ശരത്തും അക്ബറും കൂടിയിട്ടുള്ള പൊരിഞ്ഞ യുദ്ധം എന്ന് പറഞ്ഞാൽ അനുമോളെ ഇപ്പം അടിക്കും എന്നുള്ള രീതിയിൽ അലറിക്കൊണ്ട് വരികയാണ് ശരത്തിൻ്റെ ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ വിറച്ച് തുള്ളി ഒരു രക്ഷയില്ലാതെ അനുമോളെ ഇപ്പം അടിക്കും എന്നുള്ള രീതി. നമ്മൾ വിചാരിക്കും അടിച്ചു എന്ന് വിചാരിച്ചു, പക്ഷെ അടിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അക്ബറും കൂടെ കയറി വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത പൊരിഞ്ഞ യുദ്ധം കാരണമാണ് ഒരു പെണ്ണ് ഇവിടുന്ന് പോകേണ്ടി വന്നതെന്നും കൂടെ അനുമോള് പറഞ്ഞപ്പോഴത്തേക്കിന് ശരത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ അവിടുന്ന് പോയി. കംപ്ലീറ്റ് കൺട്രോൾ അവിടുന്ന് പോയി. അതിൻ്റെ ഇടയ്ക്ക് അക്ബറും കൂടെ വന്ന് കയറുന്നു. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കിന് അവൻ കാരണം പോയതെന്നും ചോദിച്ചിട്ട്
അക്ബറും കൂടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറുന്നു. അങ്ങനെ യുദ്ധം. അനുമോൾ ഒരു സൈഡ്, അക്ബറിനെയും ശരത്തിനെയും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി തോൽപ്പിക്കാനായിട്ട് അനുമോൾ ഒരു സൈഡിൽ നിൽക്കുന്നു, മറ്റവർ രണ്ടും ചീറിപ്പാഞ്ഞ് പുലിയുടെ കൂട്ട് മറ്റേ സൈഡിൽ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്ന അനീഷ് ശരത്തിനെ വന്നിട്ട് ഉപദേശിക്കുന്നതാണ്. എത്ര ദേഷ്യം വന്നാലും ഇത്രയൊന്നും കൺട്രോൾ പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് വന്ന് ശരത്തിനെ ഉപദേശിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞുള്ള രംഗം കണ്ടു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ആണോ ഇതിനു മുമ്പ് വഴക്കിട്ടതെന്ന് നമുക്ക് അതിശയം തോന്നുന്ന രീതിയിലാണ് പിന്നീട് കാണിക്കുന്ന രംഗം. പിന്നീട് അനുമോളും ശരത്തും കൂടെ ഉള്ള ഒരു സോറി പറച്ചിലും, അനുമോള് ശരത്തിൻ്റെ കാലെ പിടിക്കുന്നു. ഇങ്ങനെ പുറത്തു പോയ ഒരു പെണ്ണിൻ്റെ പേരൊന്നും എടുത്തിടരുതായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് ഭയങ്കരമായിട്ട് ശരത്തിനോട് സോറി പറയുകയാണ്, കാലൊക്കെ പിടിച്ച്. അപ്പോൾ ശരത്തും പറയുന്നു അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നും അനുമോളെ ശരത്ത് ഒരു പെങ്ങളെ പോലെ കണ്ടിട്ടുള്ളെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തും തിരിച്ച് ഓക്കെ എല്ലാം സോറി എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കോംപ്രമൈസ് ആവുന്ന ഒരു രംഗമാണ് പിന്നീട് കാണിക്കുന്നത്. കുറേ ഗേൾസിനെ എല്ലാം കൂടെ ചുറ്റിന് വരുത്തിയിട്ട് ഞാൻ ഹഗ് ചെയ്യുന്നതിൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് പറയണം എന്നൊക്കെ ചോദിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹഗ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെയൊക്കെ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. അതിനുശേഷം ഷാനവാസും ശരത്തും കൂടെയുള്ള ഒരു തർക്കമാണ് അത് കഴിഞ്ഞ് തുടങ്ങുന്നത്. അതിങ്ങനെ പതുക്കെ തുടങ്ങി അതിങ്ങനെ ലാസ്റ്റ് വലിയൊരു സംസാരത്തിലും കാര്യത്തിലും എത്തുകയാണ്. അപ്പോൾ ഷാനവാസ് എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുന്നത് പോലെ തോന്നി ശരത്തിന്. അങ്ങനെ ഷാനവാസിനോട് ഇതിന് മുൻപ് ശരത്ത് ചെയ്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കുന്ന രീതിയിൽ തുടങ്ങും. എന്നിട്ട് ഷാനവാസ് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യുന്ന പോലത്തെ ഗെയിം കളിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല, അതുപോലത്തെ എന്നുവെച്ചാൽ ഒരുമാതിരി വൃത്തികെട്ട ഗെയിം കളിക്കാൻ എന്നെ കിട്ടില്ല എന്ന് അർത്ഥമാക്കുന്ന രീതിയിലുള്ള സംസാരമാണ്. അപ്പോൾ നിങ്ങളെ പോലത്തെ ഗെയിമൊന്നും കളിക്കാൻ എന്നെ കിട്ടില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലെ ഗെയിം കളിക്കത്തുള്ളെന്നും ഷാനവാസിനോട് ശരത്തും അക്ബറും ഒക്കെ ചെയ്തതിനൊക്കെ മറുപടി ഉടനെ തന്നെ മെയിൻലി ശരത്തിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ശരത്തിൻ്റെ കൂട്ടത്തിലുള്ളതാണല്ലോ അക്ബർ. അപ്പോൾ ഷാനവാസിനോട് ചെയ്തതിനൊക്കെ മറുപടി കൊടുക്കും എന്നുള്ള രീതിയിൽ ഉള്ള സംസാരമാണ്. അപ്പോൾ ശരത്ത് പറഞ്ഞു, ഇങ്ങോട്ട് പണി തന്നു കഴിഞ്ഞാൽ തിരിച്ച് പണി തരും എന്നൊക്കെ ശരത്തും പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു തർക്കമാണ് പിന്നീട് അങ്ങനെ നിനക്കുള്ളത് ഞാൻ തരാം, ഞാൻ കരുതി വെച്ചിട്ടുണ്ട് തരാം എന്നൊക്കെ ഷാനവാസ് പറയുന്നു. ശരത്ത് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. വമ്പൻ കോൺട്രവേഴ്സി ആവുന്നത് പിന്നീട്. സോ അതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. നമ്മുടെ അനുമോളും ശരത്തും തമ്മിലുള്ള വഴക്ക് തന്നെയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത വഴക്കായിരുന്നത്. എനിവേ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തിയേക്കുക. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.